ഇന്ന് ഞാൻ ഈ പുറപ്പെട്ട് നിൽക്കണത് നമ്മുടെ വല്ലപ്പുഴ വരെ ഒന്ന് പോകാനാണ്. വേറെ എവിടേക്കല്ല, നമ്മുടെ മിത്ര ചേച്ചിയുടെ അടുത്തേക്ക് ബ്യൂട്ടി പാർലറിലേക്കാണ്. എനിക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ, നമ്മുടെ സുജിലേനൊന്ന് മൊത്തത്തിലൊന്നൊരു കുട്ടപ്പിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോണത്. അപ്പോൾ ജിഷ്ണുട്ടൻ കുറേ നാളായിട്ട് പറയണു സുജിലയുടെ ഹെയറൊക്കെ ആകെ ഡാമേജ് ആയിട്ട് പോകണ്ടോന്ന്, ഹെയറൊക്കെ കട്ട് ചെയ്തിട്ടൊന്ന് റെഡിയാക്കണമെന്ന്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഇത് അവിടുത്തെ ഒരു പൂരമായിരുന്നു കേട്ടോ, മുളയങ്കാവോ അങ്ങനെ എന്തൊരു അമ്പലത്തിലെ പൂരം നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചെറിയ രീതിക്ക് ബ്ലോക്ക് കിട്ടി. അങ്ങനെ നമ്മളിതേ ചേച്ചിയുടെ ബ്യൂട്ടി പാർലറിൻ്റെ അവിടെ എത്തി. വല്ലപ്പുഴ കേട്ടോ, റെയിൽവേ ഗേറ്റ് കഴിഞ്ഞാൽ ഒരു പള്ളിയും സ്കൂളൊക്കെ ഉണ്ട്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആട്ടോ. തേജുവിന് പിന്നെ വന്നിട്ട് നല്ല പരിചയമുള്ള കാരണം അവനായിട്ട് ഞങ്ങൾ തന്നെ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് ഇങ്ങനെ ചെന്ന് നോക്കിയപ്പോൾ ആൾ ഓടി വന്നു. എനിക്ക് ഇൻസ്റ്റാ ത്രൂ ആണ് കേട്ടോ ആളെ കിട്ടിയത്, എൻ്റെ ഒരു സിസ്റ്റർ എന്ന് തന്നെ പറയാം എനിക്ക്. പിന്നെ അവിടെ എത്തിയപ്പോൾ ജിഷ്ണുട്ടേ വിൻഷേട്ടനൊന്ന് വിളിച്ച് കാണിച്ചു കൊടുത്തിട്ടു. അപ്പോൾ തേജു ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അച്ഛൻ എങ്ങടാ കറങ്ങാൻ പോയിക്കാണോ, എവിടെയാ റോട്ടിൽ നിൽക്കണ്, ഓഫീസിലല്ലേ എന്നൊക്കെ നിന്ന് ഭയങ്കര ക്വസ്റ്റ്യൻ ചെയ്യലായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവൻ ജിഷ്ണുട്ടനെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്ത് തുടങ്ങി, മാമ ജ്യൂസ് വാങ്ങിത്തായി മിഠായി വാങ്ങിത്തായി എന്നും പറഞ്ഞിട്ട്. പിന്നെ അത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ മിത്ര ചേച്ചിക്കുള്ള ഒരു ചടങ്ങാണ് കേട്ടോ, നമുക്കിവിടെ പൈനാപ്പിൾ ജ്യൂസ് വാങ്ങി തരില്ല. അപ്പോൾ അതും കുടിച്ചിട്ട് ഞങ്ങളിത് ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുക കേട്ടോ. പിന്നെ നമ്മുടെ സുജിലേനെ അതേ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹെയർ വാഷ് ചെയ്തു, ഹെയർ കട്ടും ഹെയർ കളറും കേട്ടോ അവൾക്ക് ചെയ്യണത്. അവളിങ്ങനെ ഒരു നാടൻ പെൺകുട്ടിയായിട്ട് നടക്കുന്ന ഒരാളായിരുന്നു കേട്ടോ. കുറേ നാളായിട്ട് ജിഷ്ണുട്ടൻ പറയുന്നു ഇവളെന്നെ മൊത്തത്തിൽ മാറ്റിയെടുക്കണം, ഹെയർ ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് സെറ്റ് ആക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനും തേജു ഞങ്ങൾ എല്ലാവരും കൂടെ പോസ്റ്റാണ്, അവളുടെ മേക്ക് ഓവർ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കണത് കേട്ടോ. പിന്നെ ഹെയർ ഡാമേജ് ആയി കൊഴിച്ചിലും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുക ഹെയർ കട്ട് ചെയ്യാനായിട്ട് പറയുള്ളൂ. അത് പിന്നെ അങ്ങനെ വളർത്തി പോയിട്ട് ഒരു കാര്യമില്ല. ഹെയർ എവിടെയാണോ നമുക്ക് ഡാമേജ് ആവണം അവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് എന്തെങ്കിലും നല്ല രീതിക്ക് കെയർ ചെയ്യണതായിരിക്കും ബെറ്റർ കേട്ടോ. അപ്പോൾ ഇതേ ഫൈനൽ ലുക്ക് ഇതേ ഇങ്ങനെയായിരുന്നു കേട്ടോ. എനിക്ക് 100% ഉറപ്പുണ്ടായിരുന്നു മിത്ര ചേച്ചിയുടെ അടുത്ത് കൊടുത്താൽ സുന്ദരി മണിയാക്കിയിട്ട് തരുന്നു. അപ്പം ഞാൻ വിചാരിച്ചത് പോലെ തന്നെ നല്ല അടിപൊളിയാക്കിയിട്ട് തന്നിട്ടുണ്ട് കേട്ടോ. ചിലവർക്ക് ഇഷ്ടാവില്ല, ചിലവർക്ക് ഇഷ്ടാവും. എല്ലാവർക്കും ഒരേ അഭിപ്രായമായിരിക്കില്ലല്ലോ, 2 തരത്തിലുള്ള അഭിപ്രായമായിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ച് നല്ലൊരു ചേഞ്ച് എനിക്ക് തോന്നി, ആളാകെ മാറിയ പോലെ തോന്നി കേട്ടോ. പിന്നെ നമ്മളിതേ വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ പോണ വഴിക്ക് തേജപ്പൻ്റെ പ്രഹസനങ്ങൾ എക്സ്ട്രാ ഉണ്ട്. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ഇതേ പട്ടാമ്പി മൻസൂറിൽ കയറിയിട്ട് ഇവർക്ക് എന്തൊക്കെയോ വീട്ടിലേക്ക് പലചരക്ക് സാധനങ്ങൾ വാങ്ങാണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എനിക്ക് ഇന്നലെ അവിൽ മിൽക്ക് ഉണ്ടാക്കേണ്ട കിറ്റും അതുപോലെ തന്നെ സോയാബീനും നമുക്ക് പോയപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അതും കൂടി വാങ്ങി. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി ഇറങ്ങുമ്പോഴേക്കും ഇത് നേരം പരപരാന്ന് ഇരുട്ടി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നേരം വഴുകി. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും ചെറുതായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഉള്ളിവട പരിപ്പോട ഐറ്റംസ് ഒക്കെ വാങ്ങി കഴിച്ചു കൂട്ടാ. പിന്നെ നമ്മുടെ പോകുന്ന വഴിക്ക് തേജപ്പൻ്റെ ഹെവി ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു വണ്ടിയിൽ. ഇതായിരുന്നു തേജപ്പന്റെ വക മൂഡ് ഡാൻസ് ഇട്ടാ. ഇനി ഇത് കഴിഞ്ഞിട്ട് തേജുവിന്റെ വക ഒരു പാട്ടും കൂടി ഉണ്ടേ. അങ്ങനെ പാട്ടും ഡാൻസും ഒക്കെ കഴിഞ്ഞിട്ട് ഇതേ ഞങ്ങളതിനെ വീട്ടിൽ കൊടുന്നാക്കി തന്നു കേട്ടോ. അപ്പോൾ അവർ പോകുമ്പോൾ തേജുവിന് ചെറിയൊരു വിഷമം ഉണ്ട് കേട്ടോ, മൂത്തതാണ് ഈ ഓടിയത്. അപ്പോൾ എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.